ഇന്ന് 4-ാം ദിനമാണ് വാൻഹായ് 503 എന്ന ചരക്ക് കപ്പലിന് തീപിടിച്ചിട്ട് ആ തീപിടുത്തം പൂർണ്ണമായും തീ അണയ്ക്കാനായിട്ടില്ല എന്നതാണ് ഈ നിമിഷം ഇപ്പോഴും നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ രക്ഷാദൗത്യം പൂർണ്ണമായും ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 3 ദിനം വിശ്രമമില്ലാതെ രാപ്പകലില്ലാതെ കഠിനാധ്വാനത്തിലായിരുന്നു അവിടെ കോസ്റ്റ് ഗാർഡും നേവിയും എയർഫോഴ്സും എല്ലാം തന്നെ. ഇന്നും ആ ദൗത്യം തുടരും. വടം കെട്ടി ആ കപ്പലിനെ വടവുമായി ബന്ധിച്ച ടഗ് ബോട്ടുകളുടെ സഹായത്തോടു കൂടി ഉൾക്കടലിലേക്ക് നീക്കാനാണ് ഇപ്പോഴത്തെ ഒരു ദൗത്യം എന്ന് പറയുന്നത്. തിയോഫിൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് തിയോഫിൻ. ഫിനിഷ, ഗുഡ് മോർണിംഗ്. നിലവിൽ ഉൾക്കടലിലേക്ക് നീക്കാൻ, അതായത് ഫിനിഷ പറഞ്ഞോളൂ. ഞാൻ ചോദ്യം ചോദിച്ചു തുടങ്ങിയായിരുന്നു തിയോഫിൻ. കാരണം നമ്മുടെ സംസ്ഥാനത്ത് മൊത്തം ഒരു വ്യാപകമായ മഴയ്ക്ക് സാധ്യതയൊക്കെ കൽപ്പിക്കുന്നുണ്ട്. നേരത്തെ നമ്മുടെ യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ ഞാനൊരു ചോദ്യം കേട്ടു, മഴ പെയ്താൽ ഈ കപ്പലിലെ തീ അണയ്ക്കാൻ പറ്റില്ലേ? പക്ഷേ അത്തരത്തിലുള്ളൊരു സാഹചര്യമല്ല. ഹൈ പ്രഷറിൽ വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട്. വിവിധ കപ്പലുകളിൽ നിന്ന്, ടെക് ബോട്ടുകളിൽ നിന്ന്, ടെക് കപ്പലുകളിൽ നിന്ന്, സാൽവേജ് ഷിപ്പുകളിൽ നിന്നൊക്കെ ഹൈ പ്രഷറിൽ വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാൻ പറ്റുന്നില്ല എന്നതിനർത്ഥം അതിൽ തീപിടുത്ത സ്വഭാവമുള്ള, ഗുരുതര സ്വഭാവമുള്ള നിരവധി സാമഗ്രികൾ അടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ മഴ കൊണ്ട് സാധ്യമല്ല ഈ കപ്പലിലെ തീ അണയ്ക്കാൻ. ഇനിയുള്ള ദൗത്യ നടപടികൾ ഏത് രീതിയിലാണ്? എയർഫോഴ്സ് ചില രാസവസ്തുക്കൾ വിതറി തീ കൂടുതൽ പടരുന്നത് തടയാനുള്ള ദൗത്യ നടപടികളൊക്കെ എടുക്കുന്നു എന്ന് ഇന്നലെ വാർത്തകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്ന് പുറം കടലിൽ നിന്ന് ഉൾക്കടലിലേക്ക് ആ കപ്പൽ കെട്ടിവലിക്കാനുള്ള ദൗത്യം, അതൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇന്നത്തെ നടപടികളൊക്കെ എങ്ങനെയാണ്? വിനീഷ, കോസ്റ്റ് ഗാർഡ് അറിയിക്കുന്നതനുസരിച്ച് നിലവിൽ കപ്പലിലെ തീ ഏറെക്കുറെ നിയന്ത്രണ വിധേയമാണ്. പക്ഷേ ഡെക്കിനുള്ളിൽ ഇപ്പോഴും തീ ഉണ്ട് എന്നാണ് അറിയുന്നത്. എന്തായാലും പുറത്തേക്ക് തീയില്ല, പുറത്തേക്ക് വരുന്ന പുക മാത്രമാണ്. രാത്രിയും കാര്യമായി തന്നെ പുകയുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് അത് ശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള, അത്രയും ശക്തമായ രീതിയിലുള്ള പുകയാണ്. രാസവസ്തുക്കൾ കത്തിയത് കൊണ്ട് തന്നെ ആ പുക ഒഴിഞ്ഞു മാറുക എന്നതുകൂടിയുണ്ട്. പക്ഷേ എന്തായാലും ഇതിനിടയിൽ വളരെ തീവ്രമായ ഒരു പരിശ്രമത്തിനിടയിലൂടെ ഇന്നലെ തന്നെ ഒരു 3 അംഗ സംഘത്തെ ചേതക് ഹെലികോപ്റ്റർ, ഈ കോസ്റ്റ് ഗാർഡിൻ്റെ ചേതക് ഹെലികോപ്റ്ററിലൂടെ ഡെക്കിലേക്ക് ഇറക്കാൻ കഴിഞ്ഞു. ഇവരുടെ നേതൃത്വത്തിലാണ് ഈ ടഗ് ബോട്ടിൽ വടം കെട്ടി കപ്പലിനെ നീക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഇതിനെ നീക്കം ചെയ്യേണ്ടത് ഈ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിൽ നിന്നും മാറ്റേണ്ടതുണ്ട്. കാരണം ഇവിടെ ഇത്തരം രാസവസ്തുക്കൾ കത്തിയുണ്ടാകുന്ന പുകയും അതോടൊപ്പം ഈ വീഴുന്ന കണ്ടെയ്നറുകളോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതുമാത്രമല്ല നിയന്ത്രിക്കാൻ കഴിയാതെ കൂടുതൽ കണ്ടെയ്നറുകൾ ഈ കപ്പൽ ചാലിൻ്റെ മേഖലയിലേക്ക്, അതായത് ഈ സെറ്റ് മേഖലയിലേക്ക് വീഴുകയാണെങ്കിൽ അത് കൂടുതൽ ദോഷമുണ്ടാക്കും. അപ്പോൾ ആ മേഖലയിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ദൗത്യം. ആദ്യം കോസ്റ്റ് ഗാർഡ് നേരിടുന്ന പ്രധാന വെല്ലുവിളി ഈ തീ അണയ്ക്കുക എന്നത് തന്നെയായിരുന്നു. അപ്പോൾ ആ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. നിലവിൽ ഈ കപ്പലിനെ ഈ സെറ്റിൽ നിന്നും നീക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. പക്ഷേ കപ്പൽ ഇപ്പോഴും ഉള്ളത് ഈ പറഞ്ഞ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിൽ തന്നെയാണ്. ഇവിടെ നിൽക്കുകയാണ്. അവിടെ നിന്ന് മൂവ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കാരണം നേരത്തെ ഒരു കപ്പൽ യന്ത്ര സഹായത്തോടെ അതിൻ്റെ പ്രൊപ്പല്ലർ പ്രവർത്തിപ്പിച്ച് നീക്കുന്നത് പോലെ, അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നത് പോലെ എളുപ്പമല്ല ഒരു ടഗ് ബോട്ടിൽ വടം കെട്ടി അതിനെ പതിയെ മൂവ് ചെയ്യുക എന്നത്. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒപ്പം കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്ററുകളുടെയും ഡോണിയർ വിമാനങ്ങളുടെയും സഹായം വേണം. അതോടൊപ്പം തന്നെ എപ്പോഴും സുരക്ഷാ ക്രമീകരണങ്ങളുമായി കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകൾ ഇരുപുറവും ഉണ്ടാകേണ്ടതുമുണ്ട്. ഒപ്പം ഇതുകൂടാതെയാണ് നേരത്തെ പറഞ്ഞതുപോലെ എയർഫോഴ്സിൻ്റെ വിമാനങ്ങളുടെ സഹായം കൂടി കോസ്റ്റ് ഗാർഡ് തേടിയിട്ടുള്ളത്. എന്തായാലും ഈ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് പതിയെ കപ്പലിനെ ഉൾക്കടലിലേക്ക് നീക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും അധികം വൈകാതെ തന്നെ അത് വിജയം കാണുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ സാധാരണഗതിയിൽ ഒരു കപ്പലിൻ്റെ മൂവ്മെൻറ്റിൻ്റെ വേഗതയിൽ ഇതിനെ നമുക്ക് നീക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. പതിയെ മാത്രം. കാരണം കപ്പലിൻ്റെ മറ്റൊരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 10 മുതൽ 15 ഡിഗ്രിക്കിടയിൽ ഒരു ചെറിയ ചെരിവ് കപ്പലിനുണ്ട്. അത് കോസ്റ്റുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ ആ ചെറിയ ചെരിവുണ്ട് എന്നതാണ്. അത് കപ്പലിൻ്റെ ഇടതുഭാഗത്തേക്കാണുള്ളത് എന്ന് കോസ്റ്റ് ഗാർഡ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതുകൂടി കണക്കിലെടുക്കുമ്പോൾ വളരെ പതിയെ മാത്രമാണ് ഉൾക്കടലിലേക്ക് നീക്കുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുക. അതിനുവേണ്ടിയുള്ള തീവ്ര ശ്രമത്തിലാണ്. എന്തായാലും നിലവിൽ 2128 മെട്രിക് ടൺ ഇന്ധനം, അതോടൊപ്പം തന്നെ അപകടകരമായ വസ്തുക്കളും കപ്പലിലുണ്ട് എന്നാണ് കോസ്റ്റ് ഗാർഡ് അറിയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ആ തീപിടുത്തം എത്രയും വേഗം നിയന്ത്രിക്കുക എന്നത് പ്രധാനമായി വരുന്നത്. ആ നിയന്ത്രണ വിധേയമാണ് ഇപ്പോൾ തീ. പക്ഷേ ഡെക്കിൽ ഇപ്പോഴും തീ അവശേഷിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. വളരെ സുരക്ഷിതമായി തന്നെ ഈ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിൽ നിന്നും ഉൾക്കടലിലേക്ക് കപ്പലിനെ മാറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നിനിഷ.
ശരിയെ തിയോഫിനാണ് വാൻഹായ് 503 കപ്പലിലെ രക്ഷാദൗത്യത്തിന്റെ ഇന്നത്തെ നടപടികളും തുടർന്നുകൊണ്ടിരിക്കുന്ന നടപടികളെക്കുറിച്ചുമൊക്കെയുള്ള വിശദാംശങ്ങളൊക്കെ നമ്മളുമായി പങ്കുവച്ചത്.